മംഗളൂർ ഉള്ളാൽ കെ.സി. റോഡിൽ പ്രവർത്തിക്കുന്ന കോട്ടേക്കർ സഹകരണ ബാങ്കിൽ പട്ടാപ്പകൽ വൻ കവർച്ച. മുഖംമൂടി ധരിച്ചെത്തിയ സംഘം തോക്ക് ചൂണ്ടിയാണ് കോടിക്കണക്കിന് രൂപയും സ്വർണവും കവർച്ച ചെയ്തത്. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. കാറിലെത്തിയ 6 അംഗ സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിൽ. ഇതിൽ 5 പേരാണ് തോക്കുകളുമായി ബാങ്കിനകത്തേക്ക് പോയത്. 6-മൻ പുറത്തു നിൽക്കുകയായിരുന്നു. ബാങ്ക് ജീവനക്കാരെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയാണ് കവർച്ച നടത്തിയത്. സ്വർണവും പണവും ഉൾപ്പെടെ 12 കോടിയോളം രൂപ നഷ്ടപ്പെട്ടതായി ബാങ്ക് അധികൃതർ അറിയിച്ചു. മംഗളൂരു ഉള്ളാൽ താലൂക്കിലെ കെ.സി. റോഡിലുള്ള കൊട്ടേക്കർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് വെള്ളിയാഴ്ച വൻ കവർച്ച നടന്നത്. കറുത്ത ഫിയറ്റ് കാറിലെത്തിയ കവർച്ചക്കാർ തോക്ക് ചൂണ്ടി കവർച്ച നടത്തിയതിനു ശേഷം 5 ചാക്കുകളിലാക്കിയ മോഷണമുതലുമായി ഇവർ രക്ഷപ്പെടുകയായിരുന്നു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് ഒന്നടങ്കം സുരക്ഷയൊരുക്കിയെങ്കിലും ഇതെല്ലാം ഭേദിച്ചാണ് കവർച്ചാ സംഘം കൃത്യം നിർവഹിച്ചു മടങ്ങിയത്. കർണാടക നിയമസഭാ സ്പീക്കർ UT ഖാദർ സംഭവസ്ഥലം സന്ദർശിക്കുകയും കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്ന് പോലീസിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. ಕೋಆಪರೇಟಿವ್ ಸೊಸೈಟಿ ವಿಷಯದಲ್ಲಿ ಇವತ್ತು ಮಧ್ಯಾಹ್ನ ಯಾರು ಇವತ್ತು ಜನರು ಕಡಿಮೆ ಸಂದರ್ಭದಲ್ಲಿ ಬಂದು ನಿರ್ವಹಿಸಿ ತಲವಾರು ಮತ್ತು ಇವತ್ತು ಅವರು ಗನ್ಗಳನ್ನು ತೆಗೆದುಕೊಂಡು ನಿರ್ವಹಿಸಿ ರೂಢಿ ಮಾಡಿ ರೆಕಾರ್ಡ್ ಮಾಡಿ ಇವತ್ತು ದರೋಡೆ ಮಾಡಿ ಹೋಗಿದ್ದಾರೆ. ಬಹುಶಃ ಈಗಾಗಲೇ ನಾವಿಲ್ಲಿ ಬಂದು ಎಲ್ಲ ಅಧ್ಯಕ್ಷರು ವಿಷಯಕ್ಕೆ ಮತ್ತು ಉಪಾಧ್ಯಕ್ಷರು ಆಡಳಿತ ಸಮಿತಿ ಎಲ್ಲ ಚರ್ಚೆ ಮಾಡಿದ್ದೇವೆ. ಪೊಲೀಸ್ ಇಲಾಖೆ ಸಂಪೂರ್ಣ ಸಹಕಾರ ಪೊಲೀಸ್ ಇಲಾಖೆ ಸ್ಪೆಷಲ್ ಟೀಮ್ ಇದಕ್ಕೆ ಮಾಡಿಕೊಂಡು ಆನೆಸ್ಟ್ ಅಧಿಕಾರಿಗಳನ್ನು ಆದಷ್ಟು ಬೇಗ ಪತ್ತೆ ಹಚ್ಚಲು ಕ್ರಮ ಕೈಗೊಳ್ಳಲು ಮಾತ್ರ ಅಲ್ಲ, ಇನ್ನು ಮುಂದೆ ಈ ರೀತಿಯ ಈ ದರೋಡೆಕೋರರಿಗೆ ಧೈರ್ಯ ಬರದ ರೀತಿಯಲ್ಲಿ ಕ್ರಮ ಕೊಡಬೇಕೆಂದು ನಾವು ಸೂಚಿಸ್ತೇವೆ. ಪೊಲೀಸ್ ಇಲಾಖೆ ಈಗಲೇ ಸನ್ನದ್ಧರಾಗಿ ಎಲ್ಲಕ್ಕನ್ನು ಕೂಡ ಇವತ್ತು ನಮ್ಮ 4 ಸುತ್ತಮುತ್ತಲ ಪ್ರಮುಖ ರಸ್ತೆಗಳು ಮತ್ತು ನಮ್ಮ ಕೇರಳ ಗಡಿ ಭಾಗದ ರಸ್ತೆಗಳೆಲ್ಲ ಕೂಡ ಮಾಹಿತಿ ಕೊಟ್ಟಿದ್ದಾರೆ. ಚೆಕ್ ಪೋಸ್ಟ್ ಅಲ್ಲಿ ಇವತ್ತು ಸೂಚನೆ ಕೊಟ್ಟಿದ್ದಾರೆ. CC ಕ್ಯಾಮೆರಾ ಚೆಕ್ ಮಾಡಿ ಪ್ರಾರಂಭ ಮಾಡಿ ನಮಗೆ ವಿಶ್ವಾಸ ಇದೆ ಆದಷ್ಟು ಬೇಗದಲ್ಲಿ ಇದನ್ನು ಪೊಲೀಸರು ಮತ್ತೆ ಹಚ್ತಾರೆ ಅಂತ ಹೇಳಿ ನಾವು ಊರ ಸಹಕಾರ ಕೊಡಬೇಕು, ಗರ್ಭಿಣಿಯಾಗಲಿ ಸಮಾಜ ಇರಬೇಕು ಹೇಳಿ. ബാങ്കിലെ CCTV ക്യാമറകൾ കേടായതിനാൽ നന്നാക്കാൻ ടെക്നീഷ്യൻ ബാങ്കിലെത്തിയിരുന്നു. ക്യാമറകളുടെ അറ്റകുറ്റപ്പണി നടന്നുകൊണ്ടിരിക്കെയാണ് കവർച്ച നടത്തിയത്. ബാങ്കിനകത്തെ ക്യാമറകൾ പ്രവർത്തിക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയാവാം സംഘം കവർച്ചയ്ക്കെത്തിയതെന്നാണ് വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്യാമറ അറ്റകുറ്റപ്പണികൾക്ക് ചുമതലപ്പെടുത്തിയ ഏജൻസിയെ പോലീസ് ചോദ്യം ചെയ്തു വരുന്നുണ്ട്. അതേസമയം CCTV ക്യാമറ നന്നാക്കാൻ വന്നയാളുടെ കയ്യിലെ ആഭരണവും സംഘം അപഹരിച്ചതായും വിവരമുണ്ട്. ബാങ്ക് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലുള്ള ബേക്കറിയിലുണ്ടായിരുന്ന ഏതാനും കുട്ടികളോട് അവിടെ നിന്ന് മാറിപ്പോകണമെന്ന് കവർച്ചാ സംഘം ആവശ്യപ്പെട്ടതായി ദൃക്സാക്ഷികൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ಕೆಳಗೆ ಒಂದು ಮಾಡ್ತಿದ್ದೀವಿ കവർച്ചക്കാർ കന്നഡയിലാണ് പരസ്പരം സംസാരിച്ചതെങ്കിലും ബാങ്കിലുള്ളവരോട് ഹിന്ദിയിലാണ് ആശയവിനിമയം നടത്തിയതെന്നും ദൃക്സാക്ഷികൾ പോലീസിനെ അറിയിച്ചു. കവർച്ചക്കാർ വന്ന കാറിന്റെ നമ്പർ പ്ലേറ്റ് പോലീസ് സംഘം പരിശോധിച്ചെങ്കിലും ഇത് വ്യാജമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇവർ ബാങ്കിലേക്ക് കയറുന്നതിന്റെ മറ്റൊരു സ്ഥാപനത്തിലെ CCTV ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ പുറത്തുവന്നു. മംഗളൂരു നഗരം ലക്ഷ്യമാക്കിയാണ് ഇവർ രക്ഷപ്പെട്ടതെന്നാണ് വിവരം. 5 വർഷം മുൻപും ഇതേ ബാങ്കിൽ കവർച്ച നടന്നിരുന്നു. അന്ന് തോക്കും കത്തിയും ഉപയോഗിച്ചായിരുന്നു കവർച്ച. നിലവിൽ 2 സംഘങ്ങളായി തിരിഞ്ഞാണ് പോലീസ് കേസന്വേഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.